കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബ്രദർ ലൈവ് മിനിസ്ട്രിയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ബാലന്മാർക്കും ബാലികമാർക്കും യുവാക്കൾക്കും യുവതികൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ജോയ് ടു ദ വേൾഡ്, ദ ലോർഡ് ഹാസ് കെയിം, ലെറ്റ് എർത്ത് റിസീവ് ഹെർ കിങ്. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലായി ഈ ഗാനം ശ്രവിക്കാത്തതായി ആരും ഉണ്ടാകത്തില്ല. നാം വീതികളിലൂടെയും വഴികളിലൂടെയും എല്ലാം യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് വീടുകളുടെ ഉത്തരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, അതുപോലെ തന്നെ മതിലുകളിൽ അലങ്കരിച്ചിരിക്കുന്ന ഇലുമിനേഷൻ ബൾബുകൾ. എന്താണ് ക്രിസ്തുമസ് ലോകമെങ്ങും ആഘോഷിക്കുന്ന ഈ സമയങ്ങളിലെല്ലാം എല്ലാവരും ഈ ഗാനങ്ങൾക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങൾക്കും വെളിച്ചങ്ങൾക്കും ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്? നാം പലപ്പോഴും പലരോടും ചോദിക്കുകയാണെങ്കിൽ അവരെല്ലാം പറയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ ചെയ്തു വരുന്നതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. മറ്റു ചിലരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കർത്താവായ യേശു ജനിച്ച ദിവസം കിഴക്ക് ഒരു നക്ഷത്രം കണ്ടു, അത് നിമിത്തമാണ് ഞങ്ങൾ നക്ഷത്രം തൂക്കുന്നത്. എന്നാൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, എന്താണ് ക്രിസ്തുമസ് നൽകുന്ന യഥാർത്ഥ സന്ദേശം? അല്ലെങ്കിൽ എന്താണ് ആ ദൂതന്മാർ ആ ഇടയന്മാരോട് പറഞ്ഞ ഇതാ ലോകത്തിന് വരുന്ന മഹാസന്തോഷം? എന്താണ് ആ സന്തോഷം? നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ നിങ്ങളെ ഒരു യാത്രയിലേക്ക് ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തിയുടെ 1-ാം പുസ്തകം മുതൽ പുതിയ നിയമമായ സുവിശേഷങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോവാം. ഈ ലോകം എന്നും സൃഷ്ടിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ദൈവം തൻ ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് നമുക്ക് കടന്നു പോവാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. Then God said, let there be light, and there was light. ഇതൊന്ന് ചിന്തിച്ച് നോക്കുക. നാം ഓരോരുത്തരും അന്ധകാരമല്ലാതെ മറ്റൊന്നുമില്ല, ശൂന്യത അറിയാതെ മറ്റൊന്നുമില്ല. ആ അവസ്ഥയിൽ സർവശക്തനായ ദൈവം അരുളപ്പാട് നൽകുകയാണ്, ലെറ്റ് there be light, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ തന്നെ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. അന്ധകാരത്തിൽ ഇരുന്ന ഭൂമി, ഒന്നുമില്ലായ്മയിലിരുന്ന ഭൂമി, എങ്ങും ശൂന്യമായിരുന്ന ഭൂമി, വെളിച്ചത്തിന്റെ കിരണങ്ങൾ, പ്രകാശത്തിന്റെ കിരണങ്ങൾ എങ്ങും മൂടി. നാം മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഈ കിരണങ്ങൾ അല്ലെങ്കിൽ ഈ വെളിച്ചം സൂര്യനിൽ നിന്നോ മറ്റ് ചന്ദ്രനിൽ നിന്നോ നക്ഷത്രങ്ങളിൽ നിന്നോ ഒന്നുമല്ല വന്നിരുന്നത്. നമുക്കറിയാം അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് 4-ാം ദിവസമാണ്. എന്നാൽ എന്താണ് ഈ വെളിച്ചം, അല്ലെങ്കിൽ എന്താണ് ഈ ലൈറ്റ്? ഈ ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വെളിച്ചം എന്ന് പറയുന്നത്, ഇറ്റ് വാസ് ലൈറ്റ് ഇറ്റ് സെൽഫ്. അത് ആ വെളിച്ചത്തിന്റെ പൂർണ്ണതയാണ്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ വെളിച്ചത്തിൽ നിന്നും തുടർന്നുള്ള സൃഷ്ടികളെല്ലാം വന്നു. ആ വെളിച്ചത്തിൽ നിന്നും ക്രമമുണ്ടായി. ആ വെളിച്ചത്തിൽ നിന്ന് തുടർന്നുള്ള സൃഷ്ടികളെല്ലാം കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഭൂമിയിലെങ്ങും, അന്ധകാരം നിറഞ്ഞ ഭൂമിയിലെങ്ങും ആ വെളിച്ചത്തിന്റെ കിരണങ്ങൾ എങ്ങും പ്രഘോഷിക്കുന്നു. ആ വെളിച്ചത്തിന്റെ കിരണങ്ങൾ എന്നും ആ അന്ധകാരത്തെ തകർത്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഭൂമിയിലെങ്ങും ഒരു ക്രമം ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ നാം പിന്നീട് വായിക്കുന്നത് എന്താണ്? ഒരു വലിയ വിപത്ത് അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ഏദൻ തോട്ടത്തിൽ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് ആ ആദാമും ഹൗവയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നു. അവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്താണ് ലോകത്തിൽ വന്നത്? എന്താണ് ഭൂമിയിൽ വന്നത്? ആ പാപം ഭൂമിയിൽ വന്നു. എന്താണ് ആ പാപം കൊണ്ടുവന്നത്? ഒരു അന്ധകാരം ഭൂമിയിലേക്ക് ആ പാപം കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതെ, ആ അന്ധകാരം, ഒരിക്കൽ അന്ധകാരത്തിലായിരുന്ന ഭൂമി, അവിടെ ദൈവത്തിന്റെ വാക്കുകൾ വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു വെളിച്ചം സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ വീണ്ടും ആ അന്ധകാരം ഭൂമിയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇതൊരു ഫിസിക്കൽ ഡാർക്ക്നെസ് അല്ല. കാരണം സൂര്യൻ അപ്പോഴും ഉദിക്കുകയും അസ്തമിക്കുകയും എല്ലാം ചെയ്യുന്നു. ഇതൊരു സ്പിരിച്വൽ ഡാർക്ക്നെസ് ആണ്. ഇതൊരു ആത്മീയ അന്ധകാരമാണ്. ആ ലോകത്തിൽ എങ്ങും നിറഞ്ഞിരുന്ന വെളിച്ചം, ദൈവവുമായ കൂട്ടായ്മയുടെ വെളിച്ചം, ആ വിശുദ്ധിയുടെയും ആ നിഷ്കളങ്കയുടെയും വെളിച്ചം ആ ലോകത്തിൽ നിന്നും മങ്ങിത്തുടങ്ങി. അതെ, ആ ലോകത്തിൽ അന്ധകാരത്തിന്റെ ആ ഷാഡോ, അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ ആ കിരണങ്ങൾ മൊത്തം ഭൂമിയിൽ പതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ മുതൽ ആ ലോകമെങ്ങും അന്ധകാരത്തിലായി. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആദാമും ഹൗവയും തങ്ങൾ പാപം ചെയ്തതിനു ശേഷം എന്താണ് അവർ ചെയ്തത്? അവർ ദൈവം കാണാതെ വണ്ണം വൃക്ഷങ്ങൾക്കിടയിൽ അവർ മറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവർ ഭയപ്പെടുന്നു. അവർ വെളിച്ചത്തെ ഭയപ്പെടുന്നു. കാരണം അവർ അന്ധകാരത്തിൽ ആയിരുന്നു പോയിരുന്നു. വെളിച്ചത്തിന്റെ ശക്തി അവർക്ക് അസഹനീയമായിരുന്നു. അന്ധകാരത്തിന് ആ ശക്തിയെ ഒരിക്കലും മറികടക്കുവാൻ സാധിച്ചില്ല. അവിടം തൊട്ട് മനുഷ്യരാശി എങ്ങും
വെളിച്ചമില്ലാതെ അന്ധകാരത്തിലായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൂർണ്ണമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അകന്ന് അവർ ജീവിച്ചു എന്നാണ് നാം കാണുന്നത്. നാം അവിടെ വായിക്കുന്നത് മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി നാം യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. യശയ്യാപ്രവചനം അതിന്റെ 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത് മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി. ഇരുട്ടിൽ നടന്നിരുന്ന ജനം എന്നാണ്, അതുപോലെ തന്നെ അന്ധതമസിൽ പാർത്തിരുന്നവർ എന്നാണ് നാം കാണുന്നത്. എന്നാൽ ആ സ്ഥാനത്ത്, എന്നാൽ ആ അവസ്ഥയിൽ നിന്നും ദൈവം മനുഷ്യരെ വീണ്ടെടുക്കുവാൻ തയ്യാറായി. അവിടെയാണ് നാം സർവശക്തനായ ദൈവത്തിന്റെ ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവിടെയാണ് സർവശക്തനായ ദൈവത്തിന്റെ മനുഷ്യരാശിയോടുള്ള കരുണ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവിടെയാണ് സർവശക്തനായ ദൈവത്തിന്റെ ലോകസ്ഥാപനത്തിന് മുന്നേ ഉള്ള മനുഷ്യനോടുള്ള പദ്ധതി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇരുട്ടിൽ നിറഞ്ഞിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ശോഭിച്ചു. അതെ, ഇരുട്ടിൽ നടന്നിരുന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടു. അതെ, അവർ പാർത്തിരുന്ന അന്ധകാരത്തിൽ അവരൊരു വലിയ വെളിച്ചം കണ്ടു, ഒരു വലിയ പ്രകാശം അവർ കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ ഒരു വലിയ വാഗ്ദത്തം. അതെ, അവൻ ആ മനുഷ്യരാശിക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ വാഗ്ദത്തം ചെയ്തു. ആ ഇരുട്ട് ഒരിക്കൽ, ആ വെളിച്ചം നഷ്ടമായ ആ മനുഷ്യർക്ക് വീണ്ടും ആ വെളിച്ചം ദൈവം ദാനമായി നൽകി, അല്ലെങ്കിൽ വെളിച്ചം വീണ്ടും വാഗ്ദത്തം ചെയ്തു. പിന്നെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പ്, നീണ്ട വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രവചനങ്ങൾക്ക് ശേഷം നാം വായിക്കുന്നത് ബേത്ലഹേം എന്നൊരു കൊച്ചു പട്ടണത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 78-79 വാക്യങ്ങളിൽ നാം അത് മനോഹരമായിട്ട് ലൂക്കോസ് അവിടെ വിവരിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു, നമ്മുടെ കാലുകളെ സമാധാനമാർഗത്തിൽ ഇരിക്കേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അതെ, ആ ആർദ്ര കരുണയാൽ, ദൈവത്തിന്റെ മഹാകരുണയാൽ ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഉദയം, ഒരു പ്രഭാതം. അന്ധകാരത്തിൽ ആണ്ടിരുന്ന ജനങ്ങൾ, അന്ധകാരത്തിൽ പൂണ്ടിരുന്ന ജനങ്ങളുടെ മേൽ ഒരു ഉദയം, ഒരു പ്രഭാതം വന്നിരിക്കുന്നു. എത്ര മഹത്തായ കാര്യമാണല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു പ്രഭാതം. ആ ഒരിക്കൽ ഏദൻ തോട്ടത്തിൽ വെച്ച് നമുക്ക് നഷ്ടമായ ആ ദൈവത്തിന്റെ വെളിച്ചം എങ്ങനെയാണ് ലോകത്തിലേക്ക് ഈ രക്ഷിതാവ് കടന്നു വന്നതെന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വലിയ കാഹളങ്ങളോടെയോ, സൈന്യങ്ങളുടെ വലിയ കാഹളങ്ങളോടെയോ, വലിയ ശബ്ദങ്ങളോടെയോ ഒന്നുമല്ല ആ രക്ഷിതാവ് കടന്നു വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നുമല്ല ആ പ്രഭാതം നമ്മളെ സന്ദർശിച്ചത്. കേവലം ഒരു ശിശുവായാണ് നമ്മളെ സന്ദർശിച്ചത്. അതെ, ഒരു ശിശുവായി. വഴിയമ്പലങ്ങളിൽ കിടത്തുവാൻ സ്ഥലമില്ലാതെ ഒരു ചെറിയ പശുപ്പൂട്ടിൽ കിടത്തി. ബേത്ലഹേം എന്നൊരു ചെറിയ പട്ടണത്തിൽ കന്യയായ മറിയയിൽ ജനിച്ചു. അതെ, ആ പ്രഭാതം, അതെ, ആ വെളിച്ചം. അന്ധകാരത്തിലായിരുന്ന ആ മനുഷ്യരാശിക്ക് ഒരു പുതിയ വെളിച്ചം ലോകത്തിൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ജനനവും മറ്റ് ജനനങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ജനനം മറ്റുള്ള ജനങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ നോക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് അതിനെപ്പറ്റി കാണുവാൻ സാധിക്കുന്നു. യോഹന്നാൻ അതിൻ്റെ 4, 5, 9 വാക്യങ്ങളിൽ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു: അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അതെ, നാം ഇവിടെ വായിച്ചതുപോലെ ഈ വന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഈ ജനിച്ച ശിശു വെറും ഒരു ശിശുവല്ല. ഈ ജനിച്ച ശിശു, ഈ വന്ന മനുഷ്യൻ ഒരു വെളിച്ചമാണ്. കേവലം ഒരു അധ്യാപകൻ മാത്രമല്ല, ഒരു പ്രവാചകനോ ഒരു ജ്ഞാനിയോ മാത്രമല്ല, സർവശക്തനായ ദൈവമാണ് കടന്നു വന്നിരിക്കുന്നത്. അതെ, ആ വചനം ജഡവേഷമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ സൃഷ്ടാവ് സൃഷ്ടിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതെ, ആ ലോകത്തിന്റെ അന്ധകാരം മാറ്റുവാൻ, ആ ലോകത്തിന്റെ ഇരുട്ട് മാറ്റുവാനായി ആ വെളിച്ചം, ആ ഒരു പ്രഭാതം, ആ ഒരു പ്രഭ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ഈ ലോകത്തുള്ള എല്ലാവരും തന്നെ ഇതുവരെയും ക്രിസ്തുമസ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. അതെ, ഈ ശിശുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനം കൊണ്ട് അവരുടെ ആ മഹാസന്തോഷം അവസാനിക്കുന്നു. പലരും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ പുൽക്കൂട്ടിൽ ശിശു ജനിച്ചതുവരെയാണ് അവർ ആഘോഷിക്കുന്നത്. എന്നാൽ ആ ദൂതന്മാർ, ആ ഇടയന്മാരോട് പറഞ്ഞ ആ ലോകത്തിനുണ്ടായ മഹാസന്തോഷം, ആ മഹാപ്രഭ, മഹാ വെളിച്ചം ഇതുകൊണ്ട് അവസാനിച്ചുവോ? എന്താണ് ആ പ്രഭാവത്തിന് സംഭവിച്ചത്? എന്താണ് ആ വെളിച്ചത്തിന് സംഭവിച്ചത്? നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. അതെ, ആ പൈതൽ വളർന്ന് ഒരു യുവാവായി തീർന്നിരിക്കുന്നു. ആ പ്രകാശം, ആ
ആ യുവാവ് ചെല്ലുന്നിടത്തെല്ലാം പ്രകാശിച്ചു എന്നാണ് വായിക്കുന്നത്. അവൻ പോകുന്നിടത്തൊക്കെയും ആ പ്രകാശം കൊണ്ടുപോയി. അവൻ ആ സർവശക്തനായ ദൈവം നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ആ അന്ധകാരത്തിന്റെ ശക്തിയെ, ആ അന്ധകാരത്തിന്റെ ആ ഇരുട്ടിനെ പൂർണ്ണമായും മാറ്റുവാനായി, അല്ലെങ്കിൽ പൂർണ്ണമായി തകർക്കുവാനായി ആ പ്രഭാതം, ആ വെളിച്ചം ആ അന്ധകാരത്തിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സകല ലോകത്തിന്റെയും പാപം മാറ്റുവാനായി, സകല ലോകത്തിന്റെയും ആ നിത്യമായ നരകശിക്ഷ, നിത്യമായ മരണം മാറ്റേണ്ടതിന് ആ ക്രിസ്തു, ആ രക്ഷിതാവ് സകല ലോകത്തിന്റെ അന്ധകാരമേറ്റി മരിക്കേണ്ടിയിരുന്നു. അതെ, നമ്മൾ ആ കാൽവറി ക്രൂശിലേക്ക് നോക്കുമ്പോൾ അതാണ് നമുക്ക് കാണുവാനുള്ളത്. അതെ, സകല ലോകത്തിന്റെയും പാപം തൻ്റെ ചുവലിലേറ്റി, സകല ലോകത്തിന്റെയും അന്ധകാരം തൻ്റെ ചുവലിലേറ്റി ആ പ്രകാശം നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിലായി തീർന്നു. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഏകദേശം 3 മണിനേരമായപ്പോഴത്തേനും സൂര്യനെങ്ങും ഇരുണ്ടുണ്ടായി. അതെ, ഏകദേശം 3 മണിക്കൂർ ലോകത്തെങ്ങും ഒരു ഇരുട്ടുണ്ടായി. അതിനുള്ള കാരണം എന്താണ്? അതെ, ആ പ്രകാശം ലോകത്തിന്റെ സകല അന്ധകാരങ്ങളും തൻ്റെ ചുവലിലേറ്റി. അതെ, ആ പ്രകാശം സകല ലോകത്തിന്റെയും പാപം തൻ്റെ ചുവലിലേറ്റി ആ ക്രൂശിൽ മേൽ കിടന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന് പറവത്തക്കോണം അങ്ങനെ ആയിത്തീർന്നു. അതെ, ആ പിതാവിനോടുള്ള നിലവിളിയിൽ സകല ലോകത്തിന്റെയും പൂർണ്ണമായ അന്ധകാരം, സകല ലോകത്തിന്റെയും പൂർണ്ണമായ പാപം ആ പ്രകാശത്തിന്റെ മേൽ വന്നു. അതെ, ആ ദൈവം, ആ സൃഷ്ടാവ് സകല അന്ധകാരവും ആ സമയത്ത് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ തൻ്റെ ശരീരം ആ ക്രൂശിൽ നിന്ന് ഇറക്കി ഒരു കല്ലറമേൽ വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ കല്ലറ അതിനുശേഷം ഒരു വലിയ കല്ലുകൊണ്ട് അടച്ച് അവിടെ റോമൻ മുദ്ര പതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു നിമിഷത്തേക്ക് അന്ധകാരം ജയിച്ചതുപോലെ, ആ വെളിച്ചം, ആ പ്രകാശം മങ്ങിയതുപോലെ തോന്നി. എന്നാൽ പ്രിയമുള്ളവരെ, പ്രിയ ബാലകന്മാരെ, പ്രിയ ബാലികമാരെ, പ്രിയ യുവാക്കളെ, 3-ാം ദിവസം നടന്നതാണ് ഒരു മഹത്വകരമായ കാര്യം. നാം വായിക്കുന്നത് അതെ, ആ പ്രകാശം ആ അന്ധകാരത്തെ തകർത്തു എന്നാണ്. നാം ആ കല്ലറയിലേക്ക് നോക്കുമ്പോൾ ആ കല്ലറകളിലെ ആ കല്ല് ഉരുട്ടുമാറ്റിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതെ, ആ കല്ലറയിൽ ആ പ്രകാശം ഉണ്ടായിരുന്നില്ല. ആ കല്ലറയെ തകർത്ത് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതെ, ആ കല്ലറകളെ തകർത്ത് ആ അന്ധകാരത്തെ തകർത്ത് ആ പ്രകാശം ശോഭിച്ചു എന്നാണ് നാം വായിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 28-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കൂടെ കാണുന്നു: അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടെ മഹാസന്തോഷത്തും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരെ അറിയിക്കുവാൻ ഓടിപ്പോയി. അതെ, മഹാസന്തോഷത്തോടെ അവന്റെ ശിഷ്യന്മാർ ഓടിപ്പോയി എന്നാണ് നാം കാണുന്നത്. കർത്താവായ യേശു ആ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ ആ ദൂതന്മാർ ആ ഇടയന്മാരോട് പറഞ്ഞ ആ മഹാസന്തോഷം ഇവിടെ പൂർണ്ണമാവുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ പ്രകാശം ഈ ലോകത്തിൽ വന്നത് മഹാസന്തോഷം. അതുപോലെ തന്നെ ആ രക്ഷിതാവ്, ആ പ്രകാശം അന്ധകാരത്തെ തകർത്തപ്പോൾ അത് അതിലേറെ വലിയ സന്തോഷമായി മാറിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ആ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതാ സർവ്വലോകത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം. അതെ, ദാവീദിന്റെ പട്ടണത്തിൽ ക്രിസ്തുവായ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഇതാണ് ആ മഹാസന്തോഷം. ഇതാണ് നാം ക്രിസ്തുമസിന്റെ യഥാർത്ഥ സന്ദേശം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലോകത്തിൽ ആ പ്രകാശം വന്നിരിക്കുന്നു നമ്മുടെ അന്ധകാരത്തെ മാറ്റുവാനായി. അതെ, നമ്മുടെ പൂർണ്ണമായ അന്ധകാരത്തെ മാറ്റുവാനായി. ഒരിക്കൽ ആ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തോടുള്ള ആ ബന്ധം നഷ്ടമായ മനുഷ്യർ, അതെ, ഇന്ന് ദൈവത്തിലെങ്കിലേക്ക് ആ പ്രകാശം നമ്മളെ അടുപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു സങ്കടകരമായ കാര്യം പറയട്ടെ. പലർക്കും ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ആഘോഷിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഓർക്കുവാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക ദിവസമായി മാറിയിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ കാണുന്നത് ക്രിസ്തുമസ് ദിവസങ്ങളിൽ ക്രിസ്തുവിനെ ഓർക്കുവാൻ വേണ്ടി മാത്രം ഒരാഘോഷമായി മാറിയിരിക്കുന്നു. പലരും ഈ പ്രത്യേക ദിവസത്തിൽ മാത്രം ക്രിസ്തുവിനെ ഓർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അങ്ങനെയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. ഈ പ്രകാശം കേവലം ഒരു ദിവസത്തിലേക്ക് മാത്രമായിട്ടല്ല കടന്നു വന്നത്. ഈ പ്രകാശം കേവലം ഒരു ദിവസത്തേക്ക് മാത്രമല്ല നമ്മുടെ അന്ധകാരം മാറ്റിയത്. മറിച്ച് ഈ പ്രകാശം നമ്മുടെ നിത്യമായ അന്ധകാരമാണ് മാറ്റിയത്. മറിച്ച് ഈ പ്രകാശം നമ്മുടെ നിത്യമായ ആ ഇരുട്ടിനെയാണ് നീക്കിയത്. അതെ, ഈ പ്രകാശം നമ്മുടെ നിത്യജീവനെയാണ് വീണ്ടെടുത്തത്. പലപ്പോഴും ക്രിസ്തുമസ് അവസാനിക്കുമ്പോൾ ആ നക്ഷത്രങ്ങളും ആ ഇലുമിനേഷൻ ബൾബുകളും എല്ലാം തങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റുന്നതോടുകൂടെ ക്രിസ്തുവിനെ അവർ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പലരുടെ ഭവനങ്ങളുടെ മുന്നിൽ നക്ഷത്രങ്ങളും വെളിച്ചവും ഉണ്ടെങ്കിൽ പോലും അവരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ഇല്ലായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ആ വെളിച്ചം ഇപ്പോഴും അനുഭവിച്ചിട്ടില്ലായിരുന്നു.
എന്നാൽ നാം ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചവും ആകുന്നു എന്നാണ് പറയുന്നത്. അതെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ആ നിത്യപ്രകാശത്തിന്റെ അവകാശികളായി തീരുമെന്നാണ് നാം വായിക്കുന്നത്. അതെ, നമുക്ക് ഇന്ന് ആ വലിയ ഭാഗ്യനിലയാണ് ലഭിച്ചത്. ഇന്ന് നമുക്കൊരു ഭാഗ്യ അവസ്ഥയാണ് ലഭിച്ചത്. എന്നെ ശ്രവിക്കുന്ന ബാലന്മാരോടും ബാലികമാരോടും യുവാക്കളോടും യുവതികളോടും ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതോ നിങ്ങൾ ഇപ്പോഴും ആ അന്ധകാരത്തിലാണോ നടക്കുന്നത്? നിങ്ങൾ ആ അന്ധകാരത്തിലാണ് നടക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ പ്രകാശത്തിന്റെ കിരണങ്ങൾ ഇതുവരെയായിട്ടും വന്നിട്ടില്ലെങ്കിൽ, ഒരു കാര്യം മാത്രം ചെയ്യുക. നാം വായിച്ചതുപോലെ ആ ക്രിസ്തുവിനെ അനുഗമിക്കുക. അതെ, ആ ക്രിസ്തുവിനെ അനുഗമിക്കുക. എന്നെ ശ്രവിക്കുന്ന മറ്റുള്ളവരോട് ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ അനുഭവം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു അനുഭവം നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ, കേവലം ഒരു ദിവസത്തേക്ക് മാത്രമാണോ നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത്? അല്ലെങ്കിൽ കേവലം ഒരു ദിവസത്തേക്ക് മാത്രമാണോ നിങ്ങൾ ആ പ്രകാശത്തെ, ആ ക്രിസ്തുവിനെ ഓർക്കുന്നത്? അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വരുന്ന വർഷവും ആ ക്രിസ്തുവിനെ അനുഭവിപ്പാൻ, ആ പ്രഭാതത്തെ, ആ കിരണങ്ങളെ, ആ പ്രകാശത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാണ്.